ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാഷ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരികയാണ്. വിശ്വം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതും മാഷ് അങ്ങ് ഷോക്കായി പോവും. വിശ്വോ എന്ന് ചോദിക്കുമ്പോ അവിടെയുള്ളവരെല്ലാം ഞെട്ടാണ്. മാഷിന് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. വിനായകൻ വന്ന് വിശ്വേട്ടൻ എന്താ അവിടെ, അച്ഛൻ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് സ്പീക്കറിൽ ഇട്ടിട്ട് ചോദിക്കും, ഹലോ വിശ്വേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സാബു സാറ് പറയും, അതെ നിങ്ങളുടെ ഏട്ടൻ, അതായത് സുധാകരൻ മാഷിന്റെ മൂത്ത മകൻ തന്നെ വിശ്വം. അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടിരിക്കുക. അച്ഛനെ വിളിച്ചു പറയാൻ അവൻ തന്നെയാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന വീട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോവാണ്. വിനായകൻ പറയും, സാറേ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. വിശ്വേട്ടൻ അങ്ങനെ ഒരു തെറ്റിയുന്ന ആളല്ല. ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നാ കേസ്. ഇത് കേൾക്കുമ്പോ അവിടെയുള്ളവരെല്ലാവരും ശരിക്കും ഷോക്കായി പോകും. ഓഫീസിൽ നിന്ന് പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാ അറസ്റ്റ്. എല്ലാ തെളിവുകളോടും കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ജാമ്യം കിട്ടുന്ന വകുപ്പല്ല. മാനേജറാണ് പണം അടയ്ക്കാന് കൊടുത്തുവിട്ടത് എന്ന ഇയാൾ പറയുന്ന കഥകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഇവന്റെ താഴെയുള്ള വിക്രം കൂടിയാണോ ഇത് പ്ലാൻ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരും. എങ്കിൽ ശരി, ഞങ്ങള് സംഗതി അറിയിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞ അയാൾ കോള് കട്ടയും. ഇത് കേൾക്കുന്ന ശ്രീജയും കമലയും എല്ലാവരും വല്ലാണ്ട് സങ്കടത്തിലാവാണ്. എന്തൊക്കെയാ മാഷെ ഇവിടെ സംഭവിക്കുന്നത്? അപ്പോഴേക്ക് ശ്രീജ പറയും, ഇല്ലച്ചാ വിശ്വേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ല. വിശ്വം പറയും, അതെനിക്കും അറിയാം, പക്ഷെ പരാതി കൊടുത്തിരിക്കുന്നത് അവന്റെ ഓഫീസിലെ ആൾക്കാരാ. ശ്രീജ പറയും, ആ മാനേജറെ വിശ്വേട്ടനെ ചതിച്ചതായിരിക്കും. ഇന്നലെ രാത്രിയാ വിശ്വേട്ടൻ എന്നോട് അത് വന്ന് പറഞ്ഞത്. വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ പ്രധാന ഇൻവെസ്റ്റർ വേദയുടെ ഏട്ടൻ ശ്രീകാന്ത് ആണെന്ന്. ഇത് കേൾക്കുന്ന അവിടെ എല്ലാരും ഞെട്ടിപ്പോകും, വേദയടക്കം. വേദയ്ക്കും ശ്രീയേട്ടനോ? അപ്പോഴേക്കും നന്ദിനി പറയും, ഓഹോ അത് ശരി, വൈരാഗ്യം തീർക്കാനായിട്ട് നിന്റെ വീട്ടുകാരെ വിശ്വേട്ടനെ ശരിക്കും മനഃപൂർവ്വം കുടിക്കതായിരിക്കും അല്ലേ? ഇത് കേൾക്കുന്ന ആർക്കും തന്നെ ഒന്നും വിശ്വസിക്കാനാവാതെ നിൽക്കാണ് അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലാണ്. വിക്രം അവിടെ ജോലി ചെയ്യാണ്ടിരിക്കണേ. എല്ലാരും ജോലി ചെയ്യാൻ പറയുമ്പോ എനിക്കൊരു മൂഡില്ലെന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. രാജേട്ടൻ പറയും, സജീവ് വന്നു കഴിഞ്ഞാൽ ഇവനെ മാറ്റി വേറെ ആളെ നിയമിക്കാൻ പറയേണ്ടി വരും. എങ്കിൽ പിന്നെ ഞാനങ്ങ് മാറിയേക്കാം. അപ്പൊ വിക്രം പറയും, എന്നെ ചുമ്മാ അതിരിക്കും രാജേട്ടാ, ഞാൻ ചെയ്തോളാം. അപ്പോഴേക്കും ഒരു കോള് വരികയാണ്. ഇതെന്താ പതില്ലാതെ ശ്രീജടുത്തി എന്ന് പറഞ്ഞ് കോൾ എടുക്കാണ്. ശ്രീജ അപ്പോഴേക്കും കരയാൻ തുടങ്ങും. വിക്രം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലടാ. വിക്രമിക്കും, ഏട്ടത്തി എന്തിനാ കരയുന്നേ? വിശ്വേട്ടനെ പോലീസ് പിടിച്ചു. ഇത് കേൾക്കുന്ന വിക്രം ഞെട്ടിപ്പോവും. വിശ്വേട്ടനെ പോലീസ് പിടിച്ചെന്നോ? ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത്? അതെ വിക്രം, വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന കേസ്. വിക്രം ചോദിക്കും, 10 ലക്ഷം രൂപയോ? അന്യന്റെ 10 രൂപ പോലും എടുക്കാത്ത വിശ്വേട്ടനെ കുറിച്ചാണ് എങ്ങനെയൊക്കെ പറയുന്നത്? ശ്രീജർത്തി പറയും, എനിക്കറിയില്ല വിക്രം, ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. വിക്രം പറയും, എടുത്തേക്ക് അറിയാതെ ഞാനൊന്ന് സ്റ്റേഷനിൽ പോയി നോക്കട്ടെ, എങ്കിലല്ലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമോ? അപ്പൊ ശ്രീജ പറയും, വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന ആ കമ്പനി ആ വേദയുടെ ഏട്ടന്റെ ആണത്രേ. അപ്പൊ വിക്രവും ഞെട്ടും, എന്ത്? അതെ, ആ കമ്പനിയുടെ മേജർ ഷെയർ വാങ്ങിച്ചിരിക്കുന്നത് വേദയുടെ ചേട്ടനാണെന്ന് ഇന്നലെ വിശ്വേട്ടൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാരും കൂടെ വിശ്വേട്ടനെ ചതിച്ചതാണോടാ? എനിക്ക് പേടിയാവുന്നു വിക്രം, ഇതില് എന്തെങ്കിലും ചതിയുണ്ടോന്ന് തോന്നുന്നു. വിക്രം പറയും, ഇല്ല ഏട്ടാ എത്തി, ഒരു ചതിയുമില്ല. വിശ്വേട്ടനെ അകപ്പെടുത്താൻ പറ്റില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കോളേട്ടയാ. അപ്പൊ തന്നെ എല്ലാവരും അവിടെ ഇവിടെയും കേട്ടിട്ടുണ്ടല്ലോ. രാജേട്ടനും എല്ലാവരും വന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോ വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തോന്ന്, കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തതിന്. ഇതേൽക്കുന്ന അവരങ്ങ് ഞെട്ടിപ്പോകും. നിന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? അനിയൻകുട്ടൻ പറയും, ആ പാവം 10 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ട ബോധം കിട്ടുപോകും, എന്നിട്ടാണോ ഇങ്ങനെ? വിക്രം പറയും, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസാണ് അനിയൻകുട്ട. ആ കമ്പനിയുടെ മേജർ ഷെയർ വേദയുടെ സഹോദരൻ ശ്രീകാന്തിന്റെ ആണത്രേ. അപ്പൊ പണിയും പാലും വെള്ളത്തിലാണല്ലോടാ. നിന്നെ കൊടുക്കാൻ പറ്റിയപ്പോ നിന്റെ വീട്ടുകാർക്ക് വെച്ച് വെക്കുക. വിക്രം പറയും, ഞാൻ ഒന്ന് സ്റ്റേഷനിൽ പോയിട്ട് വരാം, രാജേട്ടൻ ഞാനും വരാന്ന് പറയുമ്പോ വിക്രം പറയും, വേണ്ട രാജേട്ടൻ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് വിക്രം വണ്ടിയെടുത്ത് നടന്നു പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീചേട്ടത്തി അവിടെ ഇങ്ങനെ വിഷമത്തോടു കൂടെ സങ്കടത്തിൽ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ. മാഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി റെഡിയായി ഒരുങ്ങി പോവാണ്. കമല ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ, വേണ്ട നീ ശ്രീജയെ സമാധാനിപ്പിക്കേ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. വിനായക അപ്പോഴേക്ക് വിനായകനും നന്ദിനിയും വേദയൊക്കെ അങ്ങോട്ട് വരും. എന്താച്ചാ ഞാനും കൂടെ വരണോ? വേണ്ട, ഇങ്ങനൊരു ജോലി ഉണ്ടെന്ന് നീയല്ലേ വിശ്വനോട് പറഞ്ഞത്. വിനായകനൊന്ന് പേടിച്ചു. അതെ അച്ഛാ, പക്ഷെ അതിന്റെ ആളുകൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടുത്തെ മാനേജറുടെ ഫ്രണ്ട് എൻ്റെ ഒരു ക്ലയന്റ്, അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മാഷ് എന്ന് പറഞ്ഞ് വേദയെ നോക്കിയതിനു ശേഷം അവിടുന്ന് പോവാണ്. മാഷ് പോയി കഴിഞ്ഞാൽ നന്ദിനി പറയും, വിനേട്ടന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇവൾക്കറിയില്ലേ ഇവളുടെ ചേട്ടന്റെ കമ്പനിയിലാണ് വിശ്വട്ട് ജോലി ചെയ്യുന്നതെന്ന്. ഇനി അറിയില്ലെന്ന് മുഖത്ത് നോക്കി നോണ പറയായിരിക്കും. വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സത്യമായിട്ടും എനിക്ക് അറിയില്ല നന്ദിനി അടുത്ത്. കണ്ടില്ലേ എന്തിനാ വേദ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്? വേദ പറയും, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇങ്ങനെ ഒരു കമ്പനിയുമായി ശ്രീയേട്ടന് ബന്ധമുള്ളതോ ശ്രീയേട്ടന് അതിന്റെ ഷെയർ വാങ്ങിച്ചതായിട്ടും എനിക്കറിയില്ല. നന്ദിനി പറയും, ഹോ അത് ഞങ്ങൾ വിശ്വസിക്കണായിരിക്കും അല്ലേ? ഇവളെന്ത് ചെയ്താലും ന്യായീകരിക്കുന്നതും ഒത്താശ ചെയ്യുന്നതും ശ്രീചേർത്തി അല്ലേ? എന്നിട്ടിപ്പോ ശ്രീചേർത്തിക്ക് തന്നെ പണി കിട്ടിയല്ല അല്ലേ? ശ്രീചേർത്തി ആകെ സങ്കടത്തിലാ. വേദ ഓടി വന്നേ ശ്രീജയുടെ കൈ പിടിച്ചിട്ട് പറയും, ഇങ്ങനൊരു നീക്കം എനിക്ക് അറിയില്ലായിരുന്നു ശ്രീചേർത്തി. ഉണ്ടായിരുന്നെങ്കിൽ ആ ജോലിക്ക് പോവാൻ ഞാൻ പറയായിരുന്നോ? നന്ദിനി പറയും, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കണോ വേദേ?
ഇവള് പക വെച്ച് കയറി വന്നതാണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കും ശ്രീചേട്ടത്തിക്കും വിശ്വാസമായില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ, ഇവൾക്ക് പക വിക്രമിനോട് മാത്രമായിട്ടല്ല, ഈ വീട്ടിലെ ഓരോരുത്തരോടും കൂടിയാ. ഇങ്ങനെ ഓരോരുത്തരെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഓ, എന്നാലും എന്റെ വേദ, ആ പാവം വിശ്വേട്ടനോട് ഇത് വേണ്ടായിരുന്നു. വേദയ്ക്കും ഞാൻ എന്ത് ചെയ്തു എന്നാ നന്ദിനി എടുത്തി പറയുന്നേ? ആ കമ്പനിയിലെ വിശ്വേട്ടനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് ഞാനാണോ അതോ വിനായകൻ ചേട്ടനോ? വിനായകൻ പേടിക്കും. അയ്യോ, ഞാനൊന്നും അറിഞ്ഞിട്ട്, ഒരു ജോലി ഉണ്ടെന്ന് അറിഞ്ഞോ, അത് പറഞ്ഞു. അപ്പൊ വേദ പറയും സമ്മതിച്ചു. വിനായകൻ ചേട്ടൻ പറയുന്നത് ഞാൻ വിശ്വസിക്കാം, പക്ഷേ അത് ശ്രീയേട്ടന്റെ കമ്പനിയാണെന്ന് അറിഞ്ഞോണ്ട് വിനായകൻ ചേട്ടൻ വിശ്വേട്ടനെ ജോലിക്ക് പറഞ്ഞ അയക്കായിരുന്നു എന്ന് ഞാൻ ആരോപിച്ച വിനായകൻ അങ്ങ് പേടിക്കും. നന്ദിനി പറയും, ആഹാ, ഇപ്പൊ വാദി പ്രതിയായോ? ഞങ്ങൾക്ക് വിശ്വേട്ടനോട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ വേദ പറയും, അങ്ങനെയാണെങ്കിൽ എനിക്കും അതിന്റെ ആവശ്യമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണം. വിശ്വേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് പിന്നിൽ ഒരു ട്രാപ്പ് ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ആ കെണി ഒരുക്കിയത് ആരൊക്കെ ചേർന്നാണ്, എന്തായിരിക്കും അതിനുള്ള കാരണം? ഇതൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനും ഈ നാട്ടിലൊരു സംവിധാനമുണ്ട്. കമലയുടെ അടുത്ത് എന്നിട്ട് പറയും, അമ്മേ, ചെയ്യാത്ത കുറ്റത്തിന് വിശ്വേട്ടൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. അതെന്റെ വാക്കാണ്. അമ്മയും ശ്രീചേട്ടത്തിയും ധൈര്യമായിട്ടിരുന്നോളൂ. അങ്ങനെ വേദ അവിടുന്ന് പോയി കഴിഞ്ഞാൽ കമല ഇങ്ങനെ ശ്രീചേട്ടൻ്റെ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കണേ. വിനായകൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നന്ദിനിയും കൂടെ ചെന്നിട്ട് വെക്കും, നിങ്ങൾ പറഞ്ഞ സത്യമാണോ? ആ കമ്പനിയിലെ വേദയുടെ ചേട്ടന് ഷെയർ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഇല്ലടി, ആ കാര്യം എനിക്കറിയില്ലെന്ന് നിനക്കും അറിയാവുന്നല്ലേ? നന്ദിനി പറയും, അതറിയാം, പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അറിയാന്ന് വന്നാ ഇപ്പൊ ഞാൻ അവിടെ കലക്കിയതിന്റെ ഇരട്ടി എടുത്ത് എല്ലാരും കൂടെ എന്നെ കലക്കും. അതുകൊണ്ടാ. വിനായകൻ പറയും, ഒരു കുഴപ്പം വരില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കടി. അത് പറഞ്ഞ വിനായകൻ അവിടെ നിന്ന് പോവാണേ. പിന്നീട് കാണിക്കുന്നത് മാഷ് പോലീസ് സ്റ്റേഷനിലെത്തുക. അങ്ങനെ നിൽക്കുമ്പോ ഉണ്ടാകും വിക്രമും അങ്ങോട്ട് വരുന്നത്. വിക്രമിനെ മാഷ് കണ്ടിട്ടുണ്ട്. മാഷ വിക്രവും. എന്നാ മാഷ് വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി പോവാണ്. പിന്നാലെ വിക്രവും വരും. അങ്ങനെ പോലീസ് സ്റ്റേഷനകത്ത് നിന്നാല് വിശുദ്ധ അന്വേഷിക്കുമ്പോഴേക്കും അത് മാഷ് സൗണ്ട് കേൾക്കുന്നതും അച്ഛാ എന്ന് വിളിച്ച് വിഷു ആ സെല്ലെന്ന് എഴുന്നേൽക്കാണ്. വിഷുവിന്റെ മുഖം കാണുമ്പോൾ ഭയങ്കര നിഷ്കളങ്കത മാത്രമാണ്. അങ്ങനെ പോലീസ് പറയും, ഓ, ഈ കേസായിരുന്നോ? കുറച്ചൊന്നും അല്ലല്ലോ മകൻ മുക്കിയത്. അപ്പോഴേക്ക് വിക്രവും അവിടെ എത്തിയിട്ടുണ്ട്. മാഷ് പറയും, എനിക്ക് അവനോട് സംസാരിക്കണം. അതിനെ സാറിനോട് ചോദിക്കണം. അങ്ങനെ SI, അതായത് സാബു സാർ അടുത്ത് ചെന്നിട്ട് വിശ്വത്തിന്റെ അച്ഛനും അനിയനുമാണ്. ഓ ശരി, അവരോട് സംസാരിച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ ആ കോൺസ്റ്റബിള് അത് പോയി അവരോട് പറയണേ, വരൂ, സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മാഷ് വിശ്വത്തിന്റെ അടുത്തേക്ക് ചെല്ലും. ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും ഇവർ വിശ്വസിക്കുന്നില്ല. ഞാനത് എടുത്തിട്ടില്ല അച്ഛാ. അപ്പൊ മാഷ് പറയും, നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം വിശ്വം. വിക്രവും പറയും, അതെ വിശ്വേട്ടാ, ഇവർക്ക് ആർക്കും അറിയില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം വിശ്വേട്ടനെ അറിയാം. വിശ്വേട്ടൻ അത് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ മാഷിങ്ങനെ വിക്രമിനെ നോക്കുമ്പോ വിക്രം ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കണേ. വിശ്വം പറയും, അതുകൊണ്ട് കാര്യമില്ലല്ലോടാ, എനിക്ക് പേടിയാവുന്നടാ. വിക്രം പറയും, ധൈര്യമായിട്ടിരിക്കും വിശ്വേട്ടാ, ഒന്നും സംഭവിക്കില്ല. കുറ്റം ചെയ്യാത്തവനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ശരിക്കുണ്ടായത് അത് പറ. എല്ലാ ദിവസത്തെയും പോലെ പൈസ അടയ്ക്കാൻ ബാങ്ക് പോയതായിരുന്നു ഞാൻ. അങ്ങനെ പോയ കാര്യങ്ങളും സംഭവിച്ചതൊക്കെ പറയണേ. എന്നെ മനഃപൂർവ്വം കുടിക്കതാ. ഞാൻ തിരിച്ച് ഓഫീസിലെത്തിയപ്പോഴേക്കും മാനേജറെ പോലീസിനെയും വിളിച്ചു വരുത്തി. ഇതൊരു സെറ്റിന്റെ കമ്പനിയാണെന്നാ ഞാൻ കരുതിയിരുന്നത്. 3-4 മാസം മുമ്പ് ആ കമ്പനി മറ്റൊരാൾ വാങ്ങി. വിക്രം ചോദിക്കും, ആരെ? വിശ്വത്തിന് പറയാൻ പറ്റുന്നില്ല മാഷുള്ളതുകൊണ്ട്. അത് വേദയുടെ ആങ്ങള ശ്രീകാന്ത്. വിക്രം ചോദിക്കും, ഇതെന്താ വിശ്വേട്ടാ നേരത്തെ പറയാത്ത? ഞാനും അടുത്ത അറിഞ്ഞത്. മാഷു പറയും, അത് അറിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? വിശ്വം പറയും, മനഃപൂർവ്വം പറയാത്തതാച്ചാ. ഈ ജോലി കൂടി കളയാൻ പറ്റില്ല. മാത്രമല്ല എന്നോട് അങ്ങനെ വൈരാഗ്യവും ദേഷ്യമൊന്നും കാണിച്ചതുമില്ല. അപ്പൊ വിക്രം പറയും, എന്നിട്ട് അവസാനം തന്ന പണി കണ്ടില്ലേ? കള്ളക്കേസ് കുടുക്കി അകത്താക്കിയല്ലേ? വിശ്വം പറയും, എനിക്കിവിടെ ഇങ്ങനെ കിടക്കാൻ വയ്യ വിക്രം, എന്തെങ്കിലും ചെയ്ത് എന്നെ പുറത്താക്കണം. പേടിക്കാതിരിക്കേ, ഞാനിന്ന് ഇൻസ്പെക്ടറോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോവാണേ. കൂടെ മാഷും. സാറേ എന്ന് വിളിക്കുമ്പോ, ആ വരണം വരണം. അനിയന് ഗുണ്ടായിസം, ചേട്ടന് മോഷണം. ഇനി അച്ഛൻ എന്താണാവോ? അപ്പോഴേക്ക് വിക്രമിന് ദേഷ്യം വരും. ദേ സാറേ, മര്യാദയ്ക്ക് സംസാരിക്കണം. മാറി നിക്കടാ, ഇങ്ങോട്ട് കയറി വന്നേ, നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോടാ. വിക്രം ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും മാഷ് വിക്രം എന്ന് വിളിച്ച് വിക്രമിനോട് മിണ്ടാതെ നിൽക്കാൻ പറയണേ. ശേഷം സാബു സാറോട് പറയും, സാർ, അവൻ ഒരിക്കലും അത് ചെയ്യില്ല, അവനൊരു പാവാണ്, അവനെ ആരോ ചതിച്ചതാണ് സാർ. അപ്പൊ സാബു സാർ പറയും, ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് പരാതി കിട്ടി, അതുപ്രകാരം ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ഇനി കോടതിയിൽ ചെന്ന് നിങ്ങൾക്ക് വാദിക്കേ ജാമ്യം എടുക്കുകയോ ചെയ്യാം സാർ എന്ന് വിളിക്കുമ്പോഴേക്കും സാബു സാർ പറയും, മാഷ് ചെല്ലേ, ഇവിടെ ഒന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. പരാതി തന്നത് ശ്രീകാന്ത് സാറാണ്. നിങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കേ കോംപ്രമൈസ് ചെയ്യേ 10 ലക്ഷം രൂപ തിരിച്ചു നൽകി സെറ്റിൽമെന്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളോ, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഈ വിഷയത്തില് ഡിപ്പാർട്ട്മെന്റിന് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യുന്നു മാത്രം. ശരിയെന്നാ, ദാ ഇവരെ പിടിച്ച് പുറത്താക്കേ എന്നിങ്ങനെ പറയുമ്പോ വിക്രം പറയും, വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ ഇവരവിടെ നിന്ന് ഇറങ്ങുമ്പോ വിശ്വം അച്ഛാ എന്ന് വിളിക്കുമ്പോ മാഷികനെ നോക്കും. എന്നിട്ട് പറയും,
എത്ര ഫലമുള്ളതാണെങ്കിലും പുരയ്ക്കു മുകളിൽ വളർന്ന വെട്ടിക്കളയണം. നട്ടു വളർത്തിയതല്ലെന്ന് കരുതി അച്ഛനത് ചെയ്തില്ല. അതിന്റെ ഫല നീ ഇപ്പൊ അനുഭവിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയില്ല വിശ്വം എന്ന് പറഞ്ഞ് വിക്രമിനെ നോക്കുമ്പോ വിക്രം തല താഴ്ത്തുക. അങ്ങനെ അത്രയും പറഞ്ഞ് മാഷ് അവിടുന്ന് പോകും. വിക്രവും പോകാൻ തുടങ്ങുമ്പോ വിക്രം പറയും, ഇതെനിക്ക് വെച്ച പണിയാ. പക്ഷേ വിശ്വേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, എനിക്ക് വേണ്ടി വിശ്വേട്ടൻ കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ശരി എന്ന് പറഞ്ഞ് വിക്രവും അവിടെ നിന്ന് ഇറങ്ങാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ വീട്ടിലാണ്. വിനായകൻ അവിടെ ഉമ്മറത്തന്നെ ഇരിപ്പുണ്ട്. അപ്പണ്ടാവും മാഷ് കൊട ചൂടി അങ്ങോട്ട് വരുന്നേ. വിക്രവും പിന്നാലെ ബൈക്കിൽ എത്തിയിട്ടുണ്ട്. ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഓടി വരും. എന്തായി മാഷേ, വിശ്വത്തെ അവർ അറസ്റ്റ് ചെയ്തു. കമ്പനി നേരിട്ട് പരാതി കൊടുത്തതല്ലേ കമല, അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പാവം ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയതാണ്. പേടിച്ചു വിറച്ച് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശ്രീജയ്ക്കാണ് ഇത് നിൽക്കുമ്പോൾ സങ്കടാവുന്നത്. വിനായകൻ തല താഴ്ത്തി നിൽക്കണേ. നന്ദിനിക്ക് പേടിയാവുന്നുണ്ട്. ഇവനോടുള്ള ദേഷ്യം കൂടെ ആ ഇൻസ്പെക്ടർ വിശ്വത്തോട് തീർക്കുമെന്ന് എന്റെ പേടി. ശ്രീജ കരഞ്ഞിട്ടേക്കും, ചെയ്യാത്ത തെറ്റിനെ ഇങ്ങനെ ഒരാളെ ശിക്ഷിക്കാൻ പാടുണ്ടോ അച്ഛാ? വിശ്വട്ടിനെതിരെ അവർ കള്ളപ്പരാതി കൊടുത്തതാ എനിക്ക് ഉറപ്പുണ്ട്. വിക്രം ചോദിക്കും, എന്തിനാ ആ കമ്പനിയിൽ തന്നെ ജോലിക്ക് പോയി ചേർന്നത്? എന്റെ ശ്രീജടുത്തി, നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവളുടെ വീട്ടുകാരത് മുതലെടുക്കുന്ന അറിഞ്ഞൂടായിരുന്നോ? അപ്പൊ വേദ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കണേ. ശ്രീജ പറയും, 3-4 ദിവസം മുമ്പാ വിശ്വേട്ടനും അറിഞ്ഞത്. ഇന്നലെ രാത്രിയാ എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞ് കരയുമ്പോ വിക്രം പറയും, ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോ ആ സ്ഥലം ഏതാണ്, മാനേജ്മെന്റ് എന്താണ് എന്നൊന്നും അന്വേഷിക്കാതെയാണോ ജോലിക്ക് ജോയിൻ ചെയ്ത സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണയില്ലെന്ന് പറഞ്ഞ? വിനായകൻ നല്ല പേടിയിലാ നിൽക്കുന്നത്. നന്ദിനിയും. അപ്പൊ ശ്രീജ പറയും, വിശ്വേട്ടന്റെ കാര്യം അറിഞ്ഞൂടെ? അങ്ങനെ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നും മാനേജർ പറഞ്ഞിട്ടുണ്ടെന്നും വിനായകനാ പറഞ്ഞത്. വിനായകൻ പറയുമ്പോ അതിൽ സംശയിക്കേണ്ട കാര്യമുണ്ടോ വിക്രം? അപ്പൊ എല്ലാവരും വിനായകനെ നോക്കുമ്പോ വിനായകൻ പേടിക്കും. അയ്യോ, എനിക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല വിക്രം. ഒരു ക്ലയന്റ് പറഞ്ഞാണ് ഇങ്ങനെ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. കൊച്ചിയിലുള്ള ഒരു സേട്ടുവിന്റെ കമ്പനിയാണെന്നാ പറഞ്ഞത്. അപ്പൊ വിക്രം പറയും, ആയിരുന്നോ? പക്ഷേ വിശ്വേട്ടൻ ജോലി ചെയ്യുന്നതിന് 1 മാസം മുമ്പ് അത് ശ്രീകാന്ത് വാങ്ങിച്ചു. ഇനി സംസാരിക്കാനുള്ളത് അവനോടാ, ഇവളുടെ ചേട്ടനോട്. അപ്പൊ മാഷോയ്ക്കും, സംസാരിച്ചിട്ട് നീ ചെന്ന് പറഞ്ഞാലുടനെ അയാളെ കേസ് പിൻവലിക്കുന്നു തോന്നുന്നുണ്ടോ? വിക്രം പറയും, വിശ്വേട്ടൻ ഈ കേസിലെ നിരപരാധിയാ, മനഃപൂർവ്വം ചതിച്ചതാ. മാഷു പറയും, ആയിരിക്കാം. പക്ഷേ അതിന് കാരണം ആരാന്ന് പറ. നീ. ഇതിനെല്ലാം കാരണം നിന്റെ പ്രവൃത്തിയാ. അത് കാരണാ ഇതെല്ലാം സംഭവിച്ചത്. നന്ദിനി പറയും, വിക്രത്തെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാച്ചാ? വേദയുടെ വാശിയൊന്നും കാരണമല്ലേ? മാഷയ്ക്കും, ഹോ അങ്ങനെയുണ്ടോ? നീ ഇപ്പൊ വിക്രത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രം പറയും, ഇങ്ങനെ സംഭവിച്ചത് ഞാൻ കാരണമാണെങ്കിൽ അത് തീർക്കേണ്ടത് എങ്ങനെയാണെന്നും എനിക്കറിയാം. മാഷു പറയും, മതി, നിന്റെ രീതിയിലുള്ള ആ ഒരു ഇടപെടലേ ഇനിയെങ്കിലും നിർത്താൻ നോക്ക്. നീ മുഖേന ദുരന്തങ്ങളല്ലാതെ ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കമല പറയും, മതി, ഇനി അതും ഇതും പറഞ്ഞ് ഇവനെ വഴക്കു പറയാൻ നിൽക്കണ്ട. വിശ്വത്തെ തുറക്കാനുള്ള വഴി ആലോചിക്കാൻ നോക്കാദ്യം. വേദ പറയും, ആരും വിഷമിക്കേണ്ട, വിശ്വേട്ടന് ഒന്നും സംഭവിക്കില്ല. അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് വേദ ശ്രീകാന്തിനെ പോയി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് പ്രമോല് കാണാം. ഇന്റർവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്